ചേർത്തലയിലെ തിരോധാന കേസുകൾ നാൾക്കുനാൾ സങ്കീർണമാവുകയാണ്. ഏറ്റുമാനൂർ ജൈനമ്മ കൊലപാതകത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അസ്ഥിഭാഗങ്ങളുടെ DNA പരിശോധനാ ഫലമാണ് ഇനി നിർണായകം. ചോദ്യം ചെയ്യലിനോട് പ്രതി സെബാസ്റ്റ്യൻ സഹകരിക്കാത്തത് അന്വേഷണത്തിന് തിരിച്ചടിയാവുകയാണ്. കാണാതായ മറ്റൊരു സ്ത്രീ ഐഷയുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യനൊപ്പം മറ്റൊരാളുടെ പങ്കും പോലീസ് സംശയിക്കുന്നുണ്ട്. RDX റാപ്പിലേക്ക്. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ചേർത്തല പള്ളിപ്പുറത്തെ 2.5 ഏക്കർ പുരയിടവും വാർത്തകളിൽ നിറയുന്നത്. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ കൊലപ്പെടുത്തിയെന്ന് പ്രതി സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിട്ടും മൃതദേഹമടക്കമുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എവിടെ വെച്ച് എന്തിന് ജൈനമ്മയെ കൊന്നു എന്നതിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സെബാസ്റ്റ്യൻ വിറ്റതും പണയം വെച്ചതുമായ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത്. പള്ളിപ്പുറത്തെ വീട്ടിൽ 7 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിലും കാര്യമായൊന്നും കണ്ടെത്തിയില്ല. വീട്ടുപരിസരത്ത് നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങളുടെ DNA പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. കുളത്തിൽ നിന്ന് ലഭിച്ച വസ്ത്രങ്ങളും കൊന്തയും ആരുടേതെന്ന് തിരിച്ചറിയാൻ ശാസ്ത്രീയ പരിശോധനയും വേണം. സെബാസ്റ്റ്യന്റെ ഭാര്യയിൽ നിന്ന് വിവരം തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു എന്നിവരുടെ തിരോധാനത്തിലും അന്വേഷണം തുടരുകയാണ്. എന്നാൽ അന്വേഷണവുമായി സെബാസ്റ്റ്യൻ സഹകരിക്കാത്തതാണ് വെല്ലുവിളി. RDX ന്യൂസ് മലയാളം. കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. പക്ഷേ വലിയ തോതിലുള്ള ചർച്ചകളും ആശങ്കയും ആ നാട്ടുകാർക്കകത്ത് തന്നെ ഉണ്ട്. സെബാസ്റ്റ്യൻ സൈക്കോ കില്ലറോ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. 2006-നും 2025-നും ഇടയിൽ കാണാതായ 4 സ്ത്രീകളുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും സംശയിക്കുന്നത്. കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണ് എന്ന സംശയത്തിലാണ് ഈ കേസ് ആരംഭിക്കുന്നത്. ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു എന്നിവരുടെ തിരോധാനത്തിലും പിന്നീട് സംശയമുണ്ടായി വന്നു. സെബാസ്റ്റ്യൻ ഇരയാക്കിയത് 40-നും 55-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചേർത്തല പള്ളിപ്പുറം സ്വദേശിയാണ് CM സെബാസ്റ്റ്യൻ. നാട്ടുകാർക്കിടയിൽ മാന്യൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് ഇയാൾ. സൗഹൃദ സദസ്സിലുള്ളവരും നാട്ടുകാരും വിളിച്ചിരുന്നത് പാലക്കാട്ട് മാവൻ എന്നായിരുന്നു എന്ന് പറയുന്നു. സെബാസ്റ്റ്യൻ്റെ തൊഴിലുകൾ വസ്തു ഇടപാടുകളും വാഹന കച്ചവടവുമാണ് എന്നാണ് അറിയുന്നത്. ആശ്രയമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെ ഇരകളാക്കുന്നതിൽ ബിരുദൻ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. കൺഫേംഡ് അല്ല പോലീസ്. വീടും സ്ഥലവും വിൽക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് പണം തട്ടിപ്പ് നടത്തുന്നു എന്ന് ഇപ്പോൾ പറയുന്നു. 2017 ശേഷം സെബാസ്റ്റ്യൻ്റെ താമസം ഏറ്റുമാനൂരിലെ ഭാര്യ വീട്ടിലായിരുന്നു. സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട് സ്ഥിതി ചെയ്യുന്ന ഭൂമി 2.5 ഏക്കർ വിസ്തൃതിയിലുള്ള വലിയ പ്രദേശമാണ്. പാരമ്പര്യ സ്വത്തായി കിട്ടിയ ഭൂമിയിൽ നിഗൂഢതകൾ നിറഞ്ഞ പഴയ വീടാണെന്നാണൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പുരയിടത്തിൽ 3 കുളങ്ങളും കിണറുകളും ഉണ്ട്. വീടിന് ചുറ്റും കാടുമൂടിയ നിലയിലാണ് എന്ന് പറയുന്നു. വീട്ടിലെ ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് പാകിയതിൽ സംശയമുണ്ട് ഇപ്പോൾ പോലീസിന്. ടൈൽ ഇളക്കി മാറ്റി ഗ്രാനൈറ്റ് ഇടുകയായിരുന്നു എന്ന് പറയുന്നു. കോട്ടയം അതിരമ്പുഴ സ്വദേശി ജെയിൻ മാത്യു എന്ന ജൈനമ്മയെ കാണാതായത് 2024 ഡിസംബർ 23-ാം തീയതിയാണ്. ധ്യാന കേന്ദ്രത്തിൽ പോയി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാണാതിരുന്നപ്പോൾ പരാതി നൽകുകയായിരുന്നു ബന്ധുക്കൾ. മൊബൈൽ ഫോൺ ലൊക്കേഷൻ വഴിത്തിരിവായി ഫോൺ റീചാർജ് ചെയ്യുന്ന CCTV ദൃശ്യം കിട്ടി. ജൈനമ്മ ധരിച്ചത് എന്ന് കരുതുന്ന സ്വർണ്ണാഭരണം ചേർത്തലയിലെ ജ്വല്ലറിയിൽ നിന്ന് പിന്നീട് കണ്ടെടുത്തു പോലീസ്. വീട്ടുപരിസരത്ത് നടത്തിയ തെരച്ചിലിൽ അസ്ഥികഷ്ണങ്ങളും വസ്ത്രങ്ങളും കൊന്തയും കണ്ടെടുത്തു. വീട്ടുപരിസരം എന്ന് വെച്ചാൽ സെബാസ്റ്റ്യൻ്റെ വീട്ടുപരിസരം. ഇവ തിരിച്ചറിയാൻ ശാസ്ത്രീയ പരിശോധന വേണം. അന്വേഷണത്തോട് പക്ഷേ ഇയാൾ സഹകരിക്കുന്നില്ല പ്രതി. ഇപ്പോഴെന്താണ് സ്ഥിതി? പിന്നീട് ബിന്ദുവും ഐഷയും സിന്ധുവും വരുന്നത് ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശി ബിന്ദു പത്മനാഭനെ കാണാതാവുന്നത് 2002-ലാണ്. സഹോദരൻ 2017 സെപ്റ്റംബർ 16-ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകി. വീട്ടുകാരുമായി അടുപ്പമില്ലാത്ത സഹോദരിയെപ്പറ്റി 2013-ന് ശേഷം വിവരങ്ങളില്ല എന്ന പരാതിയാണ് ഈ സഹോദരൻ നൽകിയത്. ബിന്ദു പത്മനാഭൻ്റെ സ്വത്ത് സെബാസ്റ്റ്യൻ മറിച്ചുവിറ്റു എന്ന് കണ്ടെത്തിയെന്ന് പറയുന്നു. ഇപ്പോൾ ചേർത്തല വാരനാട് സ്വദേശി ഐഷയെ കാണാതായത് 2012 മെയ് 13-ാം തീയതിയാണ്. കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഐഷ താമസിച്ചിരുന്നത് ഒറ്റക്കാണ് എന്ന വിവരവും പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചേർത്തല തിരുവിഴ സ്വദേശി സിന്ധുവിനെ കാണാതായത് 2020 ഒക്ടോബർ 19-ാം തീയതിയാണ്. ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയായിരുന്നു എന്ന് പറയുന്നു പോലീസ്. തിരോധാനം മകളുടെ വിവാഹത്തിന് 2 മാസം മുമ്പാണ് എന്നതും പ്രത്യേകതയാണ്. ഇതിൽ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഈ ജൈനമ്മയെ കാണാതാവുന്നു, അതിന് പോലീസ് പരിശോധന നടത്തുന്നു, CCTV വിഷ്വൽ കിട്ടുന്നു, സ്വർണം വിറ്റത് ഇയാളാണെന്ന് കണ്ടെത്തുക മറ്റോ ചെയ്യുന്നു. ഇയാളുടെ വീട്ടുപരിസരത്തേക്ക് വരുന്നു, അവിടെ പരിശോധിക്കുമ്പോൾ അസ്ഥിഭാഗങ്ങൾ കിട്ടുന്നു. അസ്ഥിഭാഗങ്ങൾ കിട്ടിയത് ഇവരുടേത് മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുടെയും കൂടെ ഉണ്ട് എന്ന് വരുന്നു. അപ്പോൾ ഇതാകപ്പാടെ ഒരു സീരിയൽ കില്ലറാണോ ഇയാൾ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയോ, നമ്മൾ കൂടത്തായി ജോളിയെ പോലെ കാലമെടുത്ത് എന്നൊരു സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത്.
ഇതിൽ ഈ 4 സ്ത്രീകൾക്കും സമാനമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭൂമി കയ്യിലുണ്ടായിരുന്നു, പണവും കയ്യിലുണ്ടായിരുന്നു. അത് അവർക്ക് തൊട്ടടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാനുള്ളതുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ എന്നാൽ അവർ ഒറ്റപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഈ കാണാതായിരിക്കുന്നവർ. ഇവരെ എല്ലാവരെയും സെബാസ്റ്റ്യൻ കൊന്നു എന്നുള്ളതല്ല, ഈ കാണാതായ 4 പേരും ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമുള്ളവരാണ്. ഇതിൽ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്ന് ഈ ജൈനമ്മയുടെ ഇതുമായി ബന്ധപ്പെട്ട് ജൈനമ്മയുടെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു, മൊബൈൽ ഫോൺ ഇടയ്ക്ക് ഓണാകുന്നത് കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ പോലീസ് വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ? പള്ളിപ്പുറത്ത് ഈ ജൈനമ്മയുടെ ഫോൺ ഓണായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും അത് സംബന്ധിച്ച് കൃത്യമായി ഈ തിരോധാന കേസുകൾ പൊതുവെ അന്വേഷിക്കുന്നതിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മുമ്പേ ഉള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായി ഒരു ഇത്, കാരണം എപ്പോഴും തിരോധാന കേസുകളോട് പോലീസ് സ്വീകരിക്കുന്ന സമീപനം എവിടെയെങ്കിലും പോയതായിരിക്കും, നമുക്കൊന്ന് അന്വേഷിക്കാം, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം എന്നുള്ളൊരു മൂഡാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത് പല കേസുകളിലും എന്നുള്ള യാഥാർത്ഥ്യം പിന്നീട് നമ്മൾ കണ്ടെത്തി നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇതിലും ആ നിലയ്ക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വളരെ കാര്യക്ഷമമായി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണം വളരെ ഊർജിതമായി നടക്കുന്നു. ചില വെളിപ്പെടുത്തലുകളും തിരിച്ചറിവുകളും ഒക്കെ പോലീസിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ. പക്ഷേ നമുക്കൊന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. 2, ഈ കേസിൻ്റെ ഗതി എന്താകുമെന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടെത്തിയാലും ഈ കാര്യങ്ങൾ ഈ സെബാസ്റ്റ്യൻ എന്ന വ്യക്തി പ്രതി ആയി വരുന്ന ഒരു സാഹചര്യം എത്രത്തോളം ഉണ്ടാവും, എങ്ങനെ ശിക്ഷിക്കപ്പെടും എന്നൊക്കെയുള്ള സംശയം ഇനിയും ബാക്കിയാണ്. ഒന്ന്, ഈ പ്രതി സഹകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഈ സംശയിക്കപ്പെടുന്ന സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ആരോഗ്യം തീരെയില്ല, പ്രായക്കൂടുതലിൻ്റെ പ്രശ്നമുണ്ട്, ആരോഗ്യം തീരെയില്ല, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. എന്തായാലും ഈ 4 പേര് എന്നൊക്കെ പറയുന്നത് ഞെട്ടിക്കുന്ന കണക്കാണ്. അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വൈകാതെ അത് കണ്ടെത്തട്ടെ, ഇതിൽ വസ്തുത എന്താണെന്ന് തിരിച്ചറിയട്ടെ എന്നാണ്. അത് പോലീസിന്റെ വീഴ്ച പറയാവുന്നതാണ്. കാരണം അത് ഒരു കേസിലല്ല, ഈ പറയുന്ന 4 പേരുടെ കേസിലും നേരത്തെ ഹർഷം പറഞ്ഞതുപോലുള്ള പോലീസിന്റെ വീഴ്ചയുണ്ട്. ഇപ്പോൾ ഇയാൾ ഈ പറയുന്ന ഈ ഒരുപാട് ആളുകളെ കൊന്നു, ഈ സീരിയൽ കില്ലർ എന്നതിലേക്ക് വരുമ്പോഴേക്ക് സംഗതി മാനം മാറും. നമ്മൾ സൈനൈഡ് മോഹൻ സമീപകാലത്ത് ഹിന്ദിയിൽ സീരീസായി, അത് വലിയ. ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യമുണ്ട്, ഇതിനിടയ്ക്ക് സമാന്തരമായി നമ്മളിപ്പോൾ ധർമ്മസ്ഥലയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ധർമ്മസ്ഥലയിലേത് നമ്മൾ കേൾക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഇതിനൊന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ ഒരു സംഘം ആളുകളാണ് അതിന് പിന്നിലെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കഥകളിൽ. ഇതൊന്നും കൺഫേംഡ് അല്ല, കേൾക്കുന്ന കഥകളിലുള്ളത്. ഇവിടെ ഈ സീരിയൽ കില്ലർ ലൈനിലേക്ക് പോകുന്നത് ഒറ്റ വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ഇതുവരെയും നമ്മുടെ മുന്നിലേക്ക് ഈ സംഗതി ഉള്ളത്. പലപ്പോഴായിട്ട് ഒരേ തരം ആളുകളെ ക്യാൻവാസ് ചെയ്തിട്ട് കൊന്നുകളയുക എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ കേൾക്കുന്നത്. നമുക്ക് ഉറപ്പില്ല. ഇത് ഞാൻ ഈ സീരിയൽ കില്ലർമാരെ പറ്റിയുള്ള നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസൊക്കെ നിരന്തരമായിട്ട് കാണും, എല്ലാം കാണും. ഈ യു എന്ന് പറയുന്ന ഒരു സീരീസ് വലിയ ഹിറ്റാണത്. അതൊക്കെ പിന്നെ ഹൈലി ഫിക്ഷനൈസ് ചെയ്തിട്ടുള്ള, കുറച്ച് ഡ്രമാറ്റിക്കായിട്ട് കുറച്ച് ഭംഗിയൊക്കെ വരുത്തിയിട്ടുള്ള സീരീസാണ്. ഇത്തരം സീരീസുകളിലെല്ലാം, അല്ലെങ്കിൽ ഈ സീരിയൽ കില്ലർമാരെ പറ്റി വരുന്ന ഈ ഫിക്ഷൻ സംഗതികളിലെല്ലാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വായിച്ചപ്പോൾ പെട്ടെന്ന് ഇത് താരതമ്യം ഉണ്ടല്ലോ എന്ന് തോന്നി. ഇതാണ്, അതായത് ഇവരെല്ലാം പുറത്ത് വളരെ മാന്യന്മാരായിരിക്കും. മീൻസ് ഇവരെന്തെങ്കിലും കൊലപാതകം ചെയ്യുന്ന ആളാണെന്ന് ഈ വാർത്ത പുറത്തെത്തുന്നവരെ ആളുകൾ സംശയിക്കുകയും, പാലക്കാട്ട് അമ്മാവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ മാന്യനാണ് നാട്ടുകാരെല്ലാം പറയാണ്. മാന്യൻ അവിടെ കുടിച്ചെന്ന് ആളുകളെ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു കൊന്നിട്ട് വലിയ പറമ്പിൽ. ഇതാണ് സ്ഥിതി. അപ്പോൾ നമുക്കറിയില്ല, അതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പല കാലങ്ങളിലായി എവിടേക്കോ മറഞ്ഞുപോയ 4 സ്ത്രീകൾ, എല്ലാവരും 40-നും 55-നും ഇടയിൽ പ്രായമുള്ളവർ. ചേർത്തല പള്ളിപ്പുറത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഭയവും ആശങ്കയും ഏറ്റുകയാണ്. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുകളുടെ അന്താളിപ്പ് മാറും മുന്നെയാണ് ചേർത്തലയിലെ സംഭവ വികാസങ്ങൾ. അറിഞ്ഞിടത്തോളം ഭീതിതമാണ് സെബാസ്റ്റ്യൻ എന്ന പ്രതിയുടെ വെളിപ്പെട്ട ചരിത്രവും ഇതുവരെ വെളിവായ തെളിവുകളും എന്നാണ് പോലീസ് ഒക്കെ പറയുന്നത്. അയാളൊരു സൈക്കോപാത്താണോ എന്ന് പോലും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കട്ടെ. മറഞ്ഞുപോയ സ്ത്രീകൾക്ക് എന്ത് പറ്റിയെന്ന് തെളിവുകൾ കൂട്ടിവരച്ച് ചിത്രം തെളിയട്ടെ. വിദ്യാഭ്യാസത്തിലും നിയമസാക്ഷരതയിലും രാജ്യത്ത് മുൻനിരയിലാണ് കേരളത്തിൻ്റെ സ്ഥാനം. സമചിത്തതയോടെ വിവേകത്തോടെ ഇടപെടുന്നതാണ് നമ്മുടെയൊക്കെ ശീലം. വരും ദിവസങ്ങളിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുമെന്ന് RDX പ്രത്യാശിക്കുന്നു.